അൽഫോൻസാമയുടെ സ്നേഹബലി എന്ന പുസ്തകത്തിൻ്റെ 19ാം അധ്യായത്തിൻ്റെ 2ാം ഭാഗമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അവിടെ കഴിഞ്ഞ ഓഡിയോയിൽ പറഞ്ഞതുപോലെ 1946 ഫെബ്രുവരി മാസത്തിൽ എഴുതിയ കത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം അൽഫോൻസാമയുടെ വ്യക്തിത്വത്തിലേക്ക് വെളിച്ചം വീശുന്ന ഏതാനും സംഭവങ്ങൾ കൂടെ ചേർക്കുന്നത് പ്രസക്തമായിരിക്കും എന്ന് പറയുന്നു. കപ്പേളയിൽ വരാൻ മാത്രം സുഖമുണ്ടായിരുന്ന അവസരങ്ങളിൽ ദിവികാരുണ്യ സ്വീകരണാനന്തരം അൽഫോൻസ എഴുന്നേറ്റ് പോകുന്നത് ഏറ്റവും ആകർഷകവും കാണികൾക്ക് ഭക്തി സംവർദ്ധകവുമായൊരു കാഴ്ചയായിരുന്നു. എന്തായിരുന്നു ആളുകൾക്ക് ആകർഷകവും കാണികൾക്ക് ഭക്തി സംവർദ്ധകം എന്ന് പറഞ്ഞാൽ ഭക്തിയെ വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം ദിവികാരുണ്യ സ്വീകരണാനന്തരം അൽഫോൻസാമ എഴുന്നേറ്റ് പോകുന്നത് കാണുന്നതാണ്. അപ്പോൾ ആ സമയത്ത് അവളുടെ മുഖത്ത് സ്വർഗീയമായ ഒരു തേജസ്സും മഹിമയും വിളങ്ങിയിരുന്നു. ആ അമ്മ വിശുദ്ധ കുർബാന കൈക്കൊണ്ടിട്ട് സന്തോഷം മൂലം ചിരിച്ചുകൊണ്ടാണ് പോകുന്നത് എന്നാണ് ബോർഡിങ്ങിലെ കുട്ടികൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അമ്മ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം പോകുന്നതെന്ന് പറഞ്ഞിരുന്നത് ബോർഡിങ്ങിലെ കുട്ടികളാണ്. ദിവികാരുണ്യ സ്വീകരണത്തിന് വരുമ്പോഴും വളരെ പണിപ്പെട്ട് മുട്ടുകുത്തി ദിവ്യനാഥനെ ഉൾക്കൊണ്ടിട്ട് എഴുന്നേറ്റ് തിരികെ പോകുമ്പോഴും തീരെ ശക്തിയില്ലാതെ വീഴാൻ തുടങ്ങുന്നത് പോലെ പല പ്രാവശ്യം കണ്ടതിനാൽ ഒരു സഹോദരി ആരെക്കൊണ്ടെങ്കിലും ഇങ്ങനെ ഒന്ന് താങ്ങി പിടിക്കരുതോ എന്ന് ചോദിച്ചു. അതിന് അവൾ പ്രത്യുത്തരിച്ചത് ഇങ്ങനെയാണ്: ഈ സമയത്ത് എന്നെ മറ്റുള്ളവർ തൊടുന്നത് എനിക്ക് അസഹ്യമാണ്. ആരെങ്കിലും തൊട്ടാൽ പല വിചാരവും വിഷമതയും തന്മൂലം കരച്ചിലും ഉണ്ടാവും. അതുകൊണ്ടാണ് ആരും തൊടാൻ അനുവദിക്കാത്തത്. സുഖമുള്ള കാലത്ത് പൊതുപ്രാർത്ഥനാ സമയങ്ങളിൽ ഏകാഗ്രതയോടും വിനയത്തോടും ശ്രദ്ധയോടും ദൃഷ്ടി താഴ്ത്തിയും ഏവർക്കും സന്മാതൃകയാകത്തക്കവണ്ണം അത്രേ അവൾ അതിൽ സംബന്ധിച്ചിരുന്നു. അപ്പോൾ എങ്ങനെയാണ്? വിനയത്തോടെ, ഏകാഗ്രതയോടെ, ശ്രദ്ധയോടെ കണ്ണുകളൊക്കെ താഴ്ത്തി. ആ സമയത്ത് അവളുടെ ഹൃദയം ഈ ലോകത്തിലല്ല പരലോകത്തിലാണ് എന്ന് തോന്നിപ്പോയിരുന്നു എന്ന് ചില സഹോദരികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥനയുടെ സമയത്തിൽ അവൾ പൂർണ്ണമായ ഒരു ദൈവൈക്യത്തിലേക്ക് എത്തിച്ചേരാൻ അൽഫോൻസാമയ്ക്ക് സാധിച്ചിരുന്നു എന്നാണിത് വ്യക്തമാക്കുന്നത്. അൽഫോൻസാമയുടെ പ്രാർത്ഥനാ ഭാവം കണ്ട് ആസ്വദിക്കുന്നതിനായി മാത്രം താൻ കപ്പേളയിൽ പോകാറുണ്ടായിരുന്നതായി ഒരു അധ്യാപിക പ്രസ്താവിക്കുന്നുണ്ട്. അൽഫോൻസാമ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാനായിട്ട് ഒരു അധ്യാപിക ചാപ്പലിൽ പോകുമായിരുന്നു എന്ന് പറയുന്നു. അൽഫോൻസാമയുടെ ഗുരുനാഥയായി അവൾ സ്വീകരിച്ച വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ ആത്മീയ ശിശുത്വത്തോടൊപ്പം ധാർമ്മികമായ നിഷ്കാപട്യവും പരമാർത്ഥതയും അവളിൽ പ്രശോഭിച്ചിരുന്നു. അപ്പം അവൾ ആത്മീയ ഗുരുനാഥയായി സ്വീകരിച്ചിരുന്നത് വിശുദ്ധ കൊച്ചു ത്രേസ്യയെ. അതോടൊപ്പം വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ഏതൊക്കെ സവിശേഷതകളാണ് അവളിൽ പ്രശോഭിച്ചിരുന്നത്? ആത്മീയ ശിശുത്വം, ധാർമ്മികമായ നിഷ്കാപട്യം, പരമാർത്ഥത. ഒരു പൂവോ കായോ കൗതുകകരമായ എന്തെങ്കിലും സാധനമോ ലഭിച്ചാൽ അവൾ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ അതിൽ കയ്യിൽ പിടിച്ചു നോക്കി പുഞ്ചിരി തൂക്കാറുണ്ടായിരുന്നു. അധികാരികളിൽ നിന്ന് വല്ല സമ്മാനവും കിട്ടാനിടയായാൽ ഇത് ഇന്ന് ആര് തന്നതാണെന്ന് സന്തോഷപൂർവ്വം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ കാണിച്ച് ആഹ്ലാദിക്കാറുണ്ടായിരുന്നു. നമ്മുടെ കുട്ടികളുടെ സ്വഭാവമാണതല്ലേ. ശിശുസഹജമായ ഈ പരമാർത്ഥതയും ശുദ്ധഗതിയും മറ്റ് സഹോദരികൾ ചിലപ്പോൾ വിനോദ വിഷയമാക്കാനിടയായിട്ടുണ്ട്. വിനോദത്തിന് വേണ്ടി ആരെങ്കിലും സത്യവിരുദ്ധമായി എന്തെങ്കിലും പറഞ്ഞത് കേട്ടാൽ കന്യകയ്ക്ക് ദുഃഖമുണ്ട്. അപ്പം തമാശയ്ക്കായിട്ടാണെങ്കിൽ പോലും സത്യത്തിന് വിരുദ്ധമായിട്ട് കള്ളം പറയുന്നത് കേട്ടാൽ അവൾക്ക് വിഷമമാകും. അന്യർ എന്തു പറഞ്ഞാലും അവൾ അപ്പടി വിശ്വസിക്കും. മഠത്തിലെ അധികാരികളുടെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കൽ ചില സഹോദരികളും അവരോടൊത്ത് ചില അധികാരികളും അൽഫോൻസാമയെ മഠാധിപയായി തിരഞ്ഞെടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് കളിയായി പറയുകയുണ്ടായി. ഇത് കേട്ട് അവൾ ഭയപ്പെട്ട് സുഖമില്ല, സമൂഹക്രമം പാലിക്കാൻ ശക്തിയില്ല, അങ്ങനെയുള്ളവർ എങ്ങനെ മദറായി ഭരിക്കും എന്നിങ്ങനെ മറ്റ് സഹോദരികളോട് പരാതിപ്പെട്ടു തുടങ്ങി. തമാശയായി മാത്രം പറഞ്ഞതാണെന്ന് ചിലർ സമാധാനപ്പെടുത്തിയപ്പോൾ അവളുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: അധികാരികൾ പറഞ്ഞതല്ലേ, അത് ശരിയായിരിക്കണം എന്നായിരുന്നു. ഒരിക്കൽ നിത്യപരിചിതനായ ഒരു വൈദികൻ അവളോട് രാത്രികാലത്ത് പുറമേയുള്ളവർ അറിയാതെ നന്നായി ആഹാരം കഴിച്ചിട്ട് ഒന്നും ഭക്ഷിക്കുന്നില്ലെന്ന് പറഞ്ഞ് വെറുതെ കിടക്കുകയാണല്ലേ എന്ന് വിനോദരൂപത്തിൽ പറയുകയുണ്ടായി. അദ്ദേഹം കാര്യമായി പറഞ്ഞ മട്ടിലായിരുന്നു അവൾ പിന്നീട് അതേപ്പറ്റി മറ്റുള്ളവരോട് സംസാരിച്ചത്. അൽഫോൻസാമയുടെ അവശത മൂലം പലപ്പോഴും ആ വൈദികൻ വിശുദ്ധ കുർബാന മുറിയിൽ കൊണ്ടുവന്ന് കൊടുക്കേണ്ടിയിരുന്നു. അപ്പം അൽഫോൻസാമയ്ക്ക് വിശുദ്ധ കുർബാന മുറിയിൽ കൊണ്ടുവന്ന് കൊടുക്കേണ്ടിയിരുന്നു. കാരണം എപ്പോഴും കുർബാന സ്വീകരിക്കാനായിട്ട് സാധിക്കാത്ത പോകുമ്പോൾ. അപ്പം ഒരിക്കൽ അദ്ദേഹം കളിയായിട്ട് പറഞ്ഞു, ഒരുത്തി കട്ടിലിൽ കയറി ഇരിക്കുകയാണ്, ഞാൻ ഇന്ന് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം, എനിക്കിനി പറ്റുകയില്ല, ആവശ്യമുണ്ടെങ്കിൽ കപ്പേളയിൽ വന്ന് സ്വീകരിച്ചു കൊള്ളണം. അദ്ദേഹം അത് ആത്മാർത്ഥമായി പറഞ്ഞതാണെന്ന് കരുതി രോഗിണി കരയാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹം വന്ന് അവളെ സാന്ത്വനപ്പെടുത്തി. ഇതേപ്പറ്റി അവളൊരു സഹോദരിയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ സഹോദരി, അച്ഛൻ എന്നോട് പൊറുതി പറഞ്ഞു, അന്നേരം എനിക്ക് പാവം തോന്നി. അൽഫോൻസാമയ്ക്ക് സ്മൃതിലോപം സംഭവിച്ചിരുന്ന കാലത്ത് ആരോ അൽഫോൻസ മിടുക്കിയാണെന്ന് പറയുകയുണ്ടായി. സ്മൃതിലോപം എന്ന് പറഞ്ഞാൽ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ട സമയമുണ്ടായിരുന്നു, കള്ളനെ കണ്ടതിന് ശേഷമുള്ള സമയത്ത്. അപ്പോൾ ആരോ പറഞ്ഞു അൽഫോൻസ മിടുക്കിയാണെന്ന്. അതിനുശേഷം ആ ഇടയ്ക്ക് പലപ്പോഴും കുട്ടികളുടെ രീതിയിൽ അവൾ എന്ത് പറയുമായിരുന്നു? ഞാൻ മിടുക്കിയാണെന്ന്. അവൾ പലപ്പോഴും പറയും, ഞാൻ മിടുക്കിയാണ്. സ്വയം മിടുക്കരെന്ന് പറയുന്നത് കൊച്ചുകുട്ടികളും ഭോഷികളുമല്ലേ എന്ന് മറ്റുള്ളവർ ചോദിച്ചപ്പോൾ
കർത്താവിൻ്റെ കുരിശിൻ്റെ ഓഹരി എനിക്കുണ്ട്. ഞാൻ കർത്താവിനോട് കൂടെ കുരിശിലാണ്. ഓക്കെ, സ്വയം എടുക്കരെന്ന് പറയുന്നവർ ഭോഷികളല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണ്? കർത്താവിൻ്റെ കുരിശിൻ്റെ ഓഹരി എനിക്കുണ്ട്. ഞാൻ കർത്താവിനോട് കൂടെ കുരിശിലാണ്. ഈ ഭാഗ്യം എല്ലാവർക്കും കിട്ടുന്നതാണോ? അതുകൊണ്ടാണ് ഞാൻ മിടുക്കിയാണെന്ന് പറയുന്നത്. അപ്പം അൽഫോൻസാമ്മ എന്തുകൊണ്ടാണ് താൻ മിടുക്കിയാണെന്ന് പറഞ്ഞത്? അപ്പം ഭോഷിയല്ലേ എന്ന് അവർ മറ്റുള്ളവരുടെ ചോദ്യത്തിന് അവൾ വ്യക്തമായിട്ട് മറുപടി കൊടുക്കുകയാണ്. എന്ത്? കർത്താവിൻ്റെ കുരിശിൻ്റെ ഓഹരി എനിക്കുണ്ട്. ഞാൻ കർത്താവിനോട് കൂടെ കുരിശിലാണ്. ഈ ഭാഗ്യം എല്ലാവർക്കും കിട്ടുന്നതാണോ? അതുകൊണ്ട് ആണ് ഞാൻ മിടുക്കിയാണെന്ന് പറയുന്നത് എന്ന് അവൾ വിശദീകരിക്കുകയുണ്ടായി. ഇതുപോലെയും ചിലപ്പോൾ നാം കാണുന്ന ശിശുതുല്യമായ മനോഭാവം അവളുടെ വ്യക്തിത്വത്തിലെ ഒരു നേരിയ വശം മാത്രമാണ്. സന്ദർഭോചിതമായ മാഹാത്മ്യവും ഗൗരവബുദ്ധിയും മനക്കരുത്തും നിശ്ചയദാർഢ്യവും പ്രകടിപ്പിക്കുന്ന പല അനുഭവങ്ങളെപ്പറ്റി നമ്മൾ നേരത്തെ പ്രസ്താവിച്ചു. തന്നെയുമല്ല, അവളുടെ അനുനയവും സന്മാതൃകയും കൊണ്ട് ചിലരുടെ ന്യൂനതകൾ തിരുത്തി സൽപഥത്തിലെത്തിക്കാനും അവൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനുനയവും സന്മാതൃകയും കൊണ്ടാണ് അവൾ മറ്റുള്ളവരെ തിരുത്തിയിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ശിശുതുല്യമായ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും സന്ദർഭോചിതമായിട്ട് മാഹാത്മ്യത്തോടും ഗൗരവബുദ്ധിയോടും മനക്കരുത്തോടും നിശ്ചയദാർഢ്യത്തോടും കൂടി പെരുമാറാനും അവൾക്ക് അറിയാമായിരുന്നു. മഠത്തിലെ നവകന്യകകളോടുകൂടി ഇരിക്കുന്നതും സംസാരിക്കുന്നതും അൽഫോൻസാമ്മയ്ക്ക് അതിമാത്രം സന്തോഷപ്രദമായിരുന്നു. അനുവദിക്കപ്പെടുന്ന അവസരങ്ങളിൽ ഈ കന്യകകൾ അവൾക്ക് ചുറ്റും ഓടിക്കൂടുകയും ആഹ്ലാദപൂർവ്വം സംസാരിക്കുകയും പതിവായിരുന്നു. കഠിന രോഗത്തിനിടയ്ക്കായാലും ഈ അവസരങ്ങളിൽ അവൾ നർമ്മരസത്തിൽ ദൈവസ്നേഹം, ത്യാഗം, അനുസരണാദി വിഷയങ്ങളെപ്പറ്റി ഗുണദോഷം നൽകുകയും ഫലിതങ്ങൾ പറയുകയും ചെയ്യുന്നു. അപ്പം കഠിന രോഗത്തിനിടയ്ക്കാണെങ്കിലും എന്തിനെക്കുറിച്ചൊക്കെയാണ് അവൾ നർമ്മരസത്തിൽ പറഞ്ഞു കൊടുത്തിരുന്നത്? തൻ്റെ ഇളയ സഹോദരങ്ങൾക്ക് ദൈവസ്നേഹത്തെക്കുറിച്ച്, ത്യാഗത്തെക്കുറിച്ച്, അനുസരണം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ഗുണദോഷം നൽകുകയും തമാശകൾ പറയുകയും ചെയ്യാറുണ്ടായിരുന്നു. ഒരു നവകന്യക എഴുതുന്നു: ഒരു ദിവസം ഞാൻ അമ്മയുടെ അടുത്ത് ചെന്നു. ദൈവിക കാര്യങ്ങളിൽ എനിക്ക് അല്പം മന്ദത സംഭവിച്ചിട്ടുണ്ടെന്ന് അന്ന് മനസ്സിൽ തോന്നിയിരുന്നു. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അമ്മ എന്നോട് ഇപ്രകാരം പറയുകയുണ്ടായി: നിങ്ങൾക്ക് ദൈവിക കാര്യങ്ങളിൽ മാന്ദ്യം സംഭവിച്ചിട്ടുണ്ട്. ദിവ്യകാരുണ്യ ഈശോയോട് കൂടുതലായി അടുക്കണം. അവിടെ ചെന്ന് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഒരു പിതാവിനോടെന്ന പോലെ അറിയിക്കണം എന്നുപദേശിച്ചു. അപ്പോൾ എനിക്ക് അസാധാരണമായ ഒരു ഉണർവ് അനുഭവപ്പെട്ടു. അപ്പം ദൈവിക കാര്യങ്ങളിൽ മന്ദത സംഭവിച്ച ഒരു നവകന്യക അൽഫോൻസാമ്മ എടുത്തപ്പോൾ അൽഫോൻസാമ്മ പറഞ്ഞ എന്താണ്? നിങ്ങൾക്ക് ദൈവിക കാര്യങ്ങളിൽ മാന്ദ്യം സംഭവിച്ചിട്ടുണ്ട്. ദിവ്യകാരുണ്യ ഈശോയോട് കൂടുതൽ അടുക്കണം. അവിടെ ചെന്ന് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഒരു പിതാവിനോടെന്ന പോലെ അറിയിക്കണം. അപ്പോൾ എനിക്ക് അസാധാരണമായൊരു ഉണർവ് അനുഭവപ്പെട്ടു. വേറൊരു നവസന്യാസിനി പറയുന്നത് എങ്ങനെയാണ്? എനിക്ക് മനസ്സിന് സമാധാനമില്ലാതെ വിഷമിച്ച് നടക്കുന്ന ഒരവസരത്തിൽ അമ്മയുടെ അടുത്ത് ചെല്ലുന്നതിന് സാധിച്ചു. അപ്പോൾ ഞാൻ പറയാതെ തന്നെ എൻ്റെ വിഷമത മനസ്സിലാക്കി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നും ഈശോയെ പ്രതി വിഷമതകൾ സഹിക്കണമെന്നും പറഞ്ഞു. അപ്പോൾ എന്താണ്? ആ വ്യക്തി അത് പറയാതെ തന്നെ അവളുടെ വിഷമത മനസ്സിലാക്കി തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നും ഈശോയെ പ്രതി വിഷമതകൾ സഹിക്കണമെന്നും പറയുകയുണ്ടായി. ഇതിനുശേഷം എനിക്ക് സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെട്ടുവെന്ന് ആ വ്യക്തി രേഖപ്പെടുത്തുന്നു. വേറൊരിക്കലും മറ്റൊരു മഠത്തിൽ നിന്നൊരു സഹോദരി നവകന്യകയോടുകൂടി അൽഫോൻസാമ്മയെ കാണാൻ വന്നു. ക്രിസ്തുമസ് കഴിഞ്ഞുള്ള വിശ്രമ ദിവസങ്ങളായിരുന്നു അത്. ക്രിസ്തുമസിന് ലഭിച്ച സമ്മാനങ്ങളെക്കുറിച്ചും മറ്റും അവൾ സന്തോഷപൂർവ്വം സംസാരിക്കുകയും അവൾക്ക് കിട്ടിയ മരം കൊണ്ടുള്ള ഒരു കുരിശ് അവരെ എടുത്തു കാണിക്കുകയും ചെയ്തു. അപ്പോൾ ക്രിസ്തുമസിന് ശേഷം വന്ന സന്ദർശകരെ അവൾ സന്തോഷത്തോടെ കാണിച്ചത് എന്താണ്? മരം കൊണ്ടുള്ള ഒരു കുരിശ്. എന്നിട്ട് ബാക്കി ഭാഗം സന്ദർശകയായ സഹോദരിയുടെ വാക്കുകളിൽ ഇങ്ങനെയാണ് പറയുന്നത്: ആ കുരിശ് ഞങ്ങൾക്ക് സമ്മാനമായി തരുന്നതിന് സഹോദരി ആഗ്രഹം കാണിച്ചു. ഞങ്ങൾ യാതൊരു ആഗ്രഹവും പ്രകടിപ്പിച്ചതുകൊണ്ടല്ല, ആ സഹോദരിയുടെ സ്വഭാവമാണത്. ഞാൻ പറഞ്ഞു, ഈ കുരിശ് ക്രിസ്തുമസിന് കിട്ടിയ സമ്മാനമല്ലേ, അത് അൽഫോൻസാമ്മ തന്നെ സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു.